അസ്സലാമലൈക്കും. നമുക്ക് നല്ല ക്രിസ്പി കോഴിയുടെ ഉണ്ടാക്കിയെടുത്താലോ? എത്ര നാൾ വെച്ചാലും കേടാവൂല കേട്ടോ. പിന്നെ നമ്മൾ കോഴി വാങ്ങുമ്പോൾ ഒരു എല്ലില്ലാത്തൊരു 2-3 പീസ് നമുക്ക് എടുത്ത് വെച്ചിട്ട് ഇതുപോലെ കോഴിയുടെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഭരണിയിലിട്ട് വെക്കാം കേട്ടോ. അതേപോലെ ഗൾഫിലുള്ളവർക്കൊക്കെ കൊടുത്തയക്കാൻ പറ്റിയ അടിപൊളി സ്നാക്സാണ് കേട്ടോ. നമ്മൾ എത്ര നാൾ വെച്ചാലും ഇതുപോലെ തന്നെ ഇരിക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നല്ല ക്രിസ്പിയാണ് കേട്ടോ. എത്ര കഴിച്ചാലും നമുക്ക് മതിയാവില്ല. അപ്പോൾ ബേക്കറിയിൽ നിന്നൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇതുപോലെ ചിക്കൻ ഒരു 5-6 പീസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 5-8 പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കുറച്ച് വെള്ളവും ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് ഒന്ന് നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ. എന്നിട്ട് നമുക്ക് അതിലേക്കുള്ള മാവ് കുഴച്ചെടുക്കാം. അപ്പോൾ 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് സാധാ പച്ച വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ നമ്മളിത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കൂലേ, അതുപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. ആദ്യം ഒന്ന് വെള്ളമൊക്കെ ഒന്ന് നനച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ. 1.5 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നെയ്യില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ആയാലും കുഴപ്പമില്ല. എന്നിട്ട് നെയ്യ് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. 1 ടീസ്പൂണെങ്കിലും നമ്മളിതിൽ ചേർത്ത് കൊടുക്കണം. സ്കിപ്പ് ചെയ്യാണ്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോഴാണ് നമുക്കിത് ക്രിസ്പി ആയി കിട്ടുക. എന്നിട്ട് ഇതുപോലൊന്ന് കൂട്ടി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. 1 മിനിറ്റ് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നെയ്യ് ചേർത്തുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ നമ്മുടെ മാവ്. അതുകൊണ്ട് കൂടുതൽ നേരം ഒരുപാട് നേരം ഒന്നും കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതുപോലെ ഒന്ന് കുഴച്ചിട്ട് നമുക്ക് ഇതൊന്ന് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതിലേക്കുള്ള മസാല തയ്യാറാക്കോളാം. ഇതിവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ നമ്മൾ ചിക്കൻ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ വേവിച്ചെടുത്ത ചിക്കൻ ഒന്ന് ചെറുതാക്കിയിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കാം കേട്ടോ. ഒന്ന് കറക്കിയെടുത്താൽ മതി. ഇപ്പോൾ ഇതുപോലെ ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടല്ലോ, നമുക്ക് നല്ലോണം ഒന്ന് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ എടുക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് മൊരിഞ്ഞ് കിട്ടാൻ എളുപ്പമാവുക. പിന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ ഒന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു 2 ടീസ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് കളറ് മാറി വരുമ്പോൾ നമുക്കൊരു 2 തണ്ട് കറിവേപ്പില ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 3 സവാളയാണ്, മീഡിയം സൈസ് സവാളയാണ് കേട്ടോ. അതൊന്ന് ചെറുതാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഉപ്പിട്ടിട്ട് വഴറ്റിയെടുക്കുക. ചിക്കനിൽ നമ്മൾ ഉപ്പിട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത്. മസാലയ്ക്കുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതാണ്ടല്ലോ, ഇതുപോലെയാണ്. നല്ലോണം വഴന്നിട്ടില്ല, എന്നാൽ ഒരുവിധം വഴന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 ടീസ്പൂണ് ഗരം മസാലയാണ് കേട്ടോ. വീട്ടിൽ പൊടിച്ചെടുത്തതായതുകൊണ്ടാണ് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് പച്ചമണം മാറുള്ള നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇത് വഴന്ന് വരുമ്പോൾ നമ്മുടെ ചിക്കന് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. ഈ മസാല എല്ലാ ഭാഗത്തും അവളൊന്ന് ഇളക്കിയെടുക്കണം. ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി നമ്മളിതൊന്ന് മൊരിപ്പിച്ചെടുക്കണം. ഈ ഇടയ്ക്കിടയ്ക്ക് ഇളക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾക്ക് കുറേശ്ശെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കണത്, വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഓയിലായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഓരോ ടേബിൾ സ്പൂണ് വീതം ഒരു 3 പ്രാവശ്യം ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്ക് ചെറു തീയിലിടണേ, മീഡിയത്തിലല്ല, ഒരു ചെറു തീയിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് നല്ലോണം മൊരിപ്പിച്ചെടുക്കുക. ഇതുപോലെ മൊരിഞ്ഞ് വരണം കേട്ടോ. കണ്ടല്ലോ, ഒട്ടും തന്നെ എണ്ണയൊന്നും നമ്മൾക്ക് പുറത്തേക്ക് വരുമൊന്നുമില്ല. നമ്മൾ കൂടുതൽ എണ്ണയൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഏകദേശം ഒരു 6-7 ടേബിൾ സ്പൂൺ എണ്ണ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇതുപോലെ മൊരിഞ്ഞ് കിട്ടണം. എന്നിട്ട് നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മാവ് നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ലോണം സോഫ്റ്റ് ആയതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് നീളത്തിൽ ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു 10-12 ഉരുളാക്കി എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര വലിപ്പം വേണോ അതിനനുസരിച്ച് ആക്കാം കേട്ടോ. അത് നമ്മൾ കട്ട് ചെയ്തെടുക്കും. ഇനി 2 പീസാക്കിയിട്ട് ഒന്നായിട്ട് പരത്തിയെടുത്താലും കുഴപ്പമില്ല. ഇതുപോലെ ആകുമ്പോൾ എളുപ്പത്തിൽ പരത്തിയെടുക്കാം.
അപ്പോൾ അതാ നമ്മൾ പൊടി ഇട്ടിട്ട് തന്നെ, മൈദപ്പൊടി ഇട്ടിട്ട് തന്നെ നമ്മൾ ഇതൊന്ന് പരത്തി എടുക്കുന്നുണ്ട്. നല്ല കനത്തിലും നല്ലോണം കനം കുറച്ചും വേണ്ട, ഇന്ന് അത്യാവശ്യം കനം കുറച്ച് ഉണ്ടാക്കണം കേട്ടോ, അപ്പോഴാണ് നമുക്കിത് മുരിഞ്ഞ് കിട്ടുക. അപ്പോൾ അതാ ഇതുപോലെ കുഴൽ വെച്ചിട്ട് പരത്തി കൊടുക്കുക. നല്ല സോഫ്റ്റായ മാവായതുകൊണ്ട് നമുക്കിത് വേഗത്തിൽ പരന്ന് കിട്ടും കേട്ടോ, എളുപ്പം പരത്തിയെടുക്കാൻ പറ്റും. ഇതാ ഇതുപോലെ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇത്രയും തിന്നായിട്ടാണ് കേട്ടോ നമ്മൾ പരത്തിയെടുത്തിട്ടുള്ളത്, കണ്ടല്ലോ. ഇനി നമുക്ക് ഇത് ഏതെങ്കിലും പാത്രത്തിൻ്റെ മൂടി വെച്ചിട്ടോ ഇതുപോലെ ഡപ്പയുടെ മൂടി വെച്ചിട്ടോ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഡപ്പയിൽ കുറച്ചൊന്ന് എണ്ണ തടവി കൊടുത്തു കേട്ടോ, ഇനി ഒട്ടിപ്പിടിക്കണ്ട. ഇതുപോലെ ഒന്ന് ഓരോ വട്ടത്തിലും മുറിച്ചെടുക്കാം കേട്ടോ, കണ്ടല്ലോ. ഇത്രയും വലുപ്പത്തിൽ മതി. ഇനി നിങ്ങൾക്ക് വലിപ്പം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ വലിയ മൂടി എടുക്കാം കേട്ടോ. ഇങ്ങനെ ചെറിയ ചെറിയ വലുപ്പത്തിലാണ് രസം ഉണ്ടാവുക കേട്ടോ. എന്നിട്ട് നമ്മളിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ പ്ലേറ്റിൽ മാറ്റിയിട്ടുണ്ട്. എനിക്കൊരു അബദ്ധം പറ്റിയിട്ടോ, ഇങ്ങനെ പ്ലേറ്റിൽ ഒന്നിച്ചിട്ട് കൊടുക്കരുത്, പരത്തിയിട്ട് കൊടുക്കുക, ഒട്ടിപ്പോകും കേട്ടോ. എന്നിട്ട് നമ്മളിതാ ഓരോ പീസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാനിത് വെച്ചപ്പോൾ ഇതിൽ കൂടുതലായിട്ടുണ്ട്, ഇത്രയും വേണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് കൂട്ടിയെടുക്കാൻ പ്രയാസമാകും. ഇത്ര വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല, ഇതിൻ്റെ പകുതി നമുക്ക് വെച്ച് കൊടുത്താൽ മതി. ഇത് കൂട്ടിയെടുക്കാൻ പാകത്തിനുള്ളത് വെച്ചെടുത്താൽ മതി. പിന്നെ നിറച്ച് വെച്ചെടുക്കുമ്പോൾ നമ്മുടെ ഇത് പൊട്ടിപ്പോവുകയും ചെയ്യും. ഇതുപോലെ കുറച്ച് വെച്ചെടുത്താൽ മതി. 1 ടീസ്പൂണോളം വെച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇത് ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അരിയിൽ കുറച്ച് വെള്ളം തടവി കൊടുത്താൽ മതി കേട്ടോ, അപ്പോൾ വേഗത്തിൽ ഒട്ടിപ്പിടിക്കും. നമുക്കിത് എണ്ണയിലിടുമ്പോൾ പൊട്ടിപ്പോകുമൊന്നുമില്ല കേട്ടോ. ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ. ഇനി ഇതാ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ, ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. എനിക്ക് ഇങ്ങനെ വലിയ ഷേപ്പിലൊന്നും ഉണ്ടാക്കാൻ അറിയില്ല, ഞാൻ അറിയും പോലെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അറിയും പോലെ നിങ്ങൾ ചെയ്തെടുക്കുക. ഷേപ്പ് വേണമെന്നൊന്നുമില്ല, എന്നാലും കാണാനൊരു ഭംഗിക്ക് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഓരോന്നും നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ചെറിയ സ്പൂൺ എടുത്തിട്ട് ആക്കുമ്പോൾ കുറേശ്ശെ ഒരു സ്പൂണിൽ ആക്കിയെടുക്കുമ്പോൾ കറക്റ്റ് നമുക്ക് എടുക്കാൻ പറ്റും. ഇതുപോലെ ഓരോ ടീസ്പൂണ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എളുപ്പമാണ് കേട്ടോ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ. പിന്നെ എണ്ണയിലിടുമ്പോൾ എളുപ്പത്തിൽ ഇത് മുരിഞ്ഞ് കിട്ടും ചെയ്യും കേട്ടോ. കൂടുതൽ നേരമൊന്നും വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഓരോ മടക്കാക്കി എടുക്കുമ്പോൾ നമുക്കൊരു ഷേപ്പും കിട്ടും. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി ഞാൻ പാനിൽ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ നന്നായി ചൂടായതിൻ്റെ ശേഷം ഏത് എണ്ണ ആയാലും കുഴപ്പമില്ല, ഇത് നമുക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ എണ്ണയിൽ മുങ്ങിക്കിടക്കുന്ന തരത്തിൽ എത്ര എണ്ണം വേണോ അത്രയും ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനൊരു 8-10 എണ്ണമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് എളുപ്പത്തിൽ തന്നെ തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് നമുക്കിത് നല്ലോണം മൊരിപ്പിച്ചെടുക്കാം കേട്ടോ. നല്ല ബ്രൗൺ ആക്കാൻ നിൽക്കണ്ട, ഇന്ന് ഒരുവിധം മൊരിഞ്ഞ് കിട്ടുവോളം വെച്ച് കൊടുക്കും വേണം കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ കണ്ടല്ലോ, ഇതുപോലെ മൊരിഞ്ഞിട്ടുണ്ട്. എല്ലാ ഭാഗവും ഒന്ന് മൊരിയാൻ നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ എല്ലാം ഇതുപോലെ മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കോരിയെടുക്കാം. കണ്ടോ, ഒട്ടും തന്നെ പൊട്ടിപ്പോകുമൊന്നുമില്ല കേട്ടോ. നമ്മൾ അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പൊട്ടിപ്പോകുന്നുള്ള പേടിയൊന്നും വേണ്ട. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സാണ് കേട്ടോ. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്നതിനെക്കാട്ടിലും ടേസ്റ്റിലാണ് നമ്മളിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.